ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയുള്ള മകൻ ദീപക്കിനോട് പറയുക, പ്രതാപന് ഇപ്പോൾ ഗ്രഹണ സമയം അല്ലയോടാ മോനെ. അതുകൊണ്ടാകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, നമുക്കേ അനന്തംപിള്ളയോടൊപ്പം ചേർന്ന് അമ്മാവന് നല്ലൊരു പണി കൊടുത്താലോ. അത് കേട്ടിട്ട് അംബിക പറയുക, മോനെ, രാമരാവണ യുദ്ധത്തിലെ വിഭീഷണ ന്യായവാദം നിരത്തി രാമന്റെ പക്ഷം ചേർന്നതുപോലെ പരസ്യമായിട്ട് തൽക്കാലം നമുക്കതൊന്നും ഇപ്പം വേണ്ട. ഇപ്പോൾ നമുക്ക് ഗ്യാലറിയിലിരിക്കാം. അവിടെ ഇരുന്ന് ഗ്രൗണ്ടിലോട്ട് നോക്കി കളി ആസ്വദിച്ച് നമുക്ക് ഈ ഗെയിം കാണാം. അത് മതി മോനെ. അത് കേട്ടാ ദീപക് അങ്ങ് ചിരിക്കുക. ഈ സമയം അനന്തംപിള്ള അവൻ്റെ അനുയായികളെയൊക്കെ വിളിച്ചു വരുത്തി മദ്യസേവ നടത്തുവാണ്. കഴിക്കടോ കഴിക്ക് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അനന്തംപിള്ള അവർക്കൊക്കെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനന്തംപിള്ള പറയുക, ഞാൻ DNYയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണോ ഈ കാണുന്നതല്ല. കൂടെ ഇരിക്കുന്നവരൊക്കെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, അതൊക്കെ നാട്ടിൽ പാട്ടല്ലേ സാർ. അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനന്തംപിള്ള പറയുക, എന്നാൽ അഴിമതി കാണിച്ചുവെന്നും പറഞ്ഞ് ആരെങ്കിലും പരാതി പറഞ്ഞോ? എന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ നോക്കിയോ? അതിന് ധൈര്യമുള്ളവരാരും അന്ന് പാർട്ടിയിൽ ഇല്ലായിരുന്നല്ലോ സാറേ എന്ന് കൂടെ ഇരിക്കുന്ന ഒരുത്തൻ പറയുന്നുണ്ട്. ഇല്ലാതിരുന്നതും എനിക്കെതിരെ തിരിയാതിരുന്നതും എന്തുകൊണ്ടാ എന്നിങ്ങനെ അനന്തംപിള്ള ചോദിക്കുവാണ്. അതിനെക്കുറിച്ചെങ്ങാനും നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ കക്കും. അതിൽ നല്ല ഒരു ഓഹരി ഞാൻ എടുത്തിട്ട് ബാക്കി എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ വീതിച്ചു കൊടുക്കും. പിന്നെ എതിര് പറയുന്നത് എന്തിനാ? അത് ശരിയാന്ന് കൂടെ ഇരിക്കുന്നവരൊക്കെ ശരിവെക്കുവാണ്. അക്കാലത്ത് എന്നോടൊപ്പം ഉറച്ചു നിന്നവരായിരുന്നു മാരായക്കുട്ടൻ മധു, PK പൊന്നപ്പൻ, ഇരുമ്പലം തോമസ്. സാറേ, അതിനൊക്കെ അവരൊക്കെ മരിച്ചു പോയില്ലേ എന്നൊരുത്തൻ ചോദിക്കുക. അതിന് മറുപടിയായിട്ട് അനന്തംപിള്ള പറയുക, മരിച്ചു പോയാൽ എന്താ, അവരൊക്കെ മരിച്ചു പോയത് കോടീശ്വരനായിട്ട് തന്നെ അല്ലേ. ആ 3 പേരും തെരുവിലിങ്ങനെ തേരാപ്പാര നടന്നവരാ. ഒരു ചെറിയ ബീഡി പോലും വലിക്കാൻ കയ്യിൽ 5 പൈസ പോലും ഇല്ലാതെ മരിക്കുമ്പോൾ. പക്ഷെ 3 പേരും നല്ല കാശുകാരായിരുന്നു. മദ്യപിച്ചുകൊണ്ട് ഒരുത്തൻ പറയുക, അതേ, അവരൊക്കെ എന്നോട് ഒട്ടി നിന്നതുകൊണ്ടുണ്ടായ കാശ. പാർട്ടി നേതാവായി നിന്നതുകൊണ്ട് അതിസുന്ദരമായി അഴിമതി കാണിക്കാം. കക്കുന്നത് ആരും കണ്ടുപിടിക്കപ്പെടരുത്. അതിനൊക്കെ നല്ല കാഞ്ഞ ബുദ്ധി വേണം. നാട് നന്നാക്കാൻ ഇറങ്ങുന്നവൻ ആദ്യം അവൻ്റെ വീട് നന്നാക്കണം. അപ്പോഴേ നാട് തന്നെ അങ്ങ് നന്നായിക്കോളുവടോ. പൊതുജനങ്ങൾ എങ്ങനെ ജീവിച്ചാൽ നമുക്കെന്താ? അനന്തംപിള്ളയുടെ പൊട്ടിച്ചിരി. 10 കാശുണ്ടാക്കണം, അല്ലാതെ എന്തോന്ന് രാഷ്ട്രീയം. കൂട്ടത്തിലൊരുവൻ പറയുക, ആ പ്രതാപവർമ്മ പാർട്ടിയിൽ സജീവമായതോടുകൂടിയാണ് ആകെ പ്രശ്നമായത് അല്ലേ സാറേ. പല്ല് കടിച്ചോണ്ട് അനന്തംപിള്ള പറയുക, അതെ, അവൻ അഴിമതിരഹിത രാഷ്ട്രീയക്കാരനല്ലേ, ആദർശ രാഷ്ട്രീയക്കാരൻ. അവന് കാശ് കട്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ. സൂര്യമംഗലം കോവിലകത്തെ സ്വത്ത് മുഴുവൻ ഇവന്റെ കയ്യിലല്ലേ. കൂട്ടത്തിൽ ഒരുത്തന് വീണ്ടും സംശയം, അയാളുടെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയില്ലേ? അനന്തംപിള്ള കളിയാക്കി ചിരിച്ചോണ്ട് പറയുക, ഇട്ടിട്ട് പോയതൊന്നും അല്ല, അവൾ ഇവന്റെ ഭാര്യയായി ഇരിക്കുമ്പോൾ വേറെ ഒരുത്തന്റെ കാമുകയായിരുന്നു. അതിന് സാറേ, വർമ്മയ്ക്കൊരു മോളില്ലേ? അതാടോ ഞാൻ പറഞ്ഞു വരുന്നത്. ആ കൊച്ചുണ്ടല്ലോ, അത് ഇവന്റെതല്ല. പക്ഷേ വർമ്മ ബുദ്ധിമാന്. അവൻ്റെതല്ലെങ്കിലും അവൻ ആ കൊച്ചിനെ അവൻ്റെ മകളെ പോലെ തന്നെ അങ്ങ് വളർത്തി. അതാണ് ഉഗ്രൻ ബുദ്ധി. സൂര്യമംഗലത്തെ സ്വത്ത് മുഴുവൻ ഈ കുട്ടിയുടെ പേര് പറഞ്ഞങ്ങ് തട്ടിയെടുക്കാലോ. കൂട്ടത്തിലെ മറ്റൊരുവൻ പറയുവാണ്, ആ മകളെ ഒരു ഡ്രൈവറിന്റെ മകന്റെ തലയിൽ ബുദ്ധിപൂർവം ഈ പ്രതാപൻ വെച്ചുകൊടുത്തു. ഈ പ്രതാപൻ എന്ത് കാണിച്ചാലും ആ ചെറുക്കൻ ഒന്നും മിണ്ടത്തില്ല. ഈ വർമ്മയെ പാർട്ടിയിൽ നിന്നും എങ്ങനെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കണം. അവനാ എൻ്റെ നമ്പർ 1 ശത്രു. അവൻ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ 10 പൈസയുടെ അഴിമതി നടത്താൻ അവൻ സമ്മതിക്കത്തില്ല. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാർ ഇങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നാൽ മതി. ഒരുത്തൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അനന്തംപിള്ള അവിടെ ഇരുന്ന് ആ ബ്രീഫ് കേസ് എടുത്ത് അവരുടെ മുന്നിലോട്ട് വെച്ചിട്ട് പറയുന്നു, ടേക്ക് ഇറ്റ്. ഈ പെട്ടി നിറയെ കാശാണ്. ഇത് നിങ്ങൾക്ക് 4 പേർ കൂടി വീതിച്ചെടുക്കുക. പുന്നല്ല് കണ്ട കാക്കയെ പോലെ ചുറ്റുവിരുന്നവന്മാർ പരസ്പരം സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. അത് കണ്ടിട്ട് അനന്തംപിള്ള ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെക്കുവാണ്, ഈ നിമിഷം മുതൽ നിങ്ങൾ എന്നോടൊപ്പം ഉറച്ചു നിൽക്കണം. പെട്ടെന്ന് ആ പെട്ടിയെടുത്തിട്ട് ഒരുത്തൻ പറയുന്നു, ഞങ്ങൾ കൂടെയുണ്ട്, ഇത് ഉറപ്പ്. ഇത് മാത്രമല്ല സാറേ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാവരെയും ഞങ്ങൾ സാറിൻ്റെ മുന്നിൽ അണിനിരത്തും. അത് കേട്ട് സന്തോഷത്തോടെ താങ്ക് യു വെരി മച്ച് എന്നൊക്കെ ഇങ്ങനെ അനന്തംപിള്ള പറയുക. എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അനന്തംപിള്ള പറയുന്നു, എന്നാ ശരി, നമുക്ക് കാണാം. അങ്ങനെ ബാക്കിയിരുന്ന മദ്യം കൂടെ എടുത്ത് കുടിച്ചിട്ട് അവരെല്ലാവരും യാത്ര പറഞ്ഞു പോവുകയാണ്. അവരെല്ലാവരും അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ അനന്തംപിള്ള പറയുക, പ്രതാപവർമ്മയുടെ ശവപ്പെട്ടിക്ക് അടിക്കാനുള്ള ആണിയും ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ എല്ലാം നേടിയെന്നുള്ള അഹങ്കാരത്തോടെ പൊട്ടി ചിരിക്കുവാണ് അനന്തംപിള്ള. അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പിയിലെ മദ്യം എടുത്ത് കുടിച്ചോണ്ട്
അനന്തംപിള്ള പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധമ്മ കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഒരു തുണി താഴോട്ട് വീഴുന്നു. പ്രിയ അത് കാണുകയും ചെയ്യുന്നു. പ്രിയ തുണി കണ്ടോണ്ട് ചോദിക്കുന്നു, ഇതാ പാഷാണം കൊച്ചമ്മണിയുടെ തുണിയല്ലേ? പാഷാണം കൊച്ചമ്മണിയോ എന്നിങ്ങനെ അതിശയത്തോടെ രാധമ്മ ചോദിക്കുക. എൻ്റെ തങ്കപ്പെട്ട അമ്മായിയമ്മ, അവരുടെ സാരിയൊക്കെ എന്തിനാ എൻ്റെ അമ്മ എടുത്തോണ്ട് വരുന്നത്? അവരെന്ത് വിഷമായാലും അവരൊരു പ്രായമുള്ള സ്ത്രീയല്ലേ മോളെ, അങ്ങ് ചെയ്തു കൊടുത്തേക്കാന്ന് കരുതി. അമ്മേ, അതിന് പ്രായമുള്ളവരുടെ പണി വല്ലതും ആണോ അവർ ചെയ്യുന്നത്? 81 വയസ്സായെന്ന് പറയുന്നു, പക്ഷെ നടക്കുന്നതോ 18കാരിയാന്നും പറഞ്ഞു. എടി മോളെ, അത് നിനക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടേ മോള് വയസ്സിച്ചിരി കൂട്ടി പറയുന്നതല്ലേ. എന്തായാലും അവർക്ക് 81 വയസ്സൊന്നും ആയിട്ടില്ല. എന്നാലേ അവരുടെ തുണിയൊന്നും എൻ്റെ അമ്മ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ല മോളെ, നിന്റെ അച്ഛനെയും ആങ്ങളെയും നാത്തൂൻ കൊച്ചിനെയും ഒന്നും കാണുന്നില്ലല്ലോ. 3 പേരും കൂടെ എവിടെ പോയതാ? വല്ല ടൂറിനും പോയതായിരിക്കും അമ്മേ. കൊള്ളാം, ടൂറിന് പോയെന്നോ? അത് നിന്റെ അച്ഛനോ? രാജുവും ഋതുമോളും പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ നിന്റെ അച്ഛൻ എന്നെ കൂടാതെ എങ്ങോട്ടും പോവില്ല. ഒരിടത്തൊന്നും പച്ചവെള്ളം പോലും കുടിക്കത്തതുമില്ല, ഒരു ചായക്കടയിൽ പോലും കയറത്തതുമില്ല. ഓ, ഒരച്ഛസ്തുതി. അമ്മേ, സത്യം പറ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഒന്ന് പോടി പെണ്ണെ എവിടുന്ന്. വേറൊരു പെണ്ണിൻ്റെ കല്യാണാലോചനയായിട്ട് വന്നതായിരുന്നു നിന്റെ അച്ഛൻ. എൻ്റെ കൂട്ടുകാരി ഒരു ഫാമെ, അവളാണെങ്കിൽ പിഷാരിക്കോവിലിൽ തെയ്യം കാണാൻ പോവുമായിരുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടി മൂപ്പര് പിഷാരിക്കോവിലിൽ വന്നു. പക്ഷേ കണ്ടതോ തൊഴുതു നിൽക്കുന്ന എന്നെയാ. പിന്നെ മൂപ്പര് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. ഓ, അപ്പോഴത് പ്രേമം തന്നെയാമേ. പിഷാരിക്കോവിൽ തൊഴുതു നിന്ന അമ്പലപ്രാവിനെ ഒരു കൃഷ്ണപ്പരുന്ത് കൊത്തിക്കൊണ്ട് പറന്നു. പ്രിയയുടെ ആ കളിയാക്കൽ കേട്ട് രാധമ്മ ഇങ്ങനെ നാണത്തോടെ നിന്ന് പുഞ്ചിരിക്കുവാണ്. അപ്പോൾ ഗേറ്റ് കടന്ന് വേണുവേട്ടൻ വരുന്നുണ്ട്. പ്രിയ പറയുന്നു, ദോണ്ട കൃഷ്ണപ്പരുന്ത് പറന്നു വരുന്നുണ്ട്. ഒന്ന് പോടി പെണ്ണെ, കളിയാക്കാതെ. ദാണ്ട പറഞ്ഞു തീർന്നില്ല, ആളിങ്ങെത്തി. എൻ്റെ ദൈവമേ, ആയുസ്സും ആരോഗ്യം കൊടുത്തേക്കണേ. അല്ലമ്മേ, രാജുവും ഋതുമോളും അച്ഛൻ്റെ കൂടെ ഇല്ലല്ലോ. വേണുവേട്ടൻ ചിരിച്ചോണ്ട് കയറി വന്നിട്ട് ചോദിക്കുന്നു, എന്താടി ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ? രാധമ്മയുടെ കയ്യിലിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നു, കൊടിതോരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ, സന്ധ്യ കഴിഞ്ഞതുകൊണ്ടായിരിക്കും വേണുവേട്ടൻ്റെ കണ്ണിന് തീരെ കാഴ്ച കുറവാ. ഇതേ കൊടിതോരണങ്ങളൊന്നും അല്ല, തുണികളാ. അല്ല വേണുവേട്ട, രാജുവും ഋതുമോളും എവിടെ? സന്തോഷത്തോടെ വേണു പറയുക, എല്ലാം വിശദമായിട്ട് പറയാം, എല്ലാം നല്ല കാര്യങ്ങളാ. പറയൂ വേണുവേട്ട, കേൾക്കട്ടെ എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ വേണുവേട്ട ഞങ്ങളെല്ലാവരും കൂടി ഇത്രയും പറയുമ്പോഴേ ദാണ്ട വന്ന് നിൽക്കുന്നു കൊച്ചമ്മണി. കൊച്ചമ്മണിയെ കണ്ടതും പ്രിയ പറയുന്നു, ദാണ്ട മരത്തവള വന്ന്. ഇതെന്തൊരു ശല്യവാ. എന്താണ് ആശാനും ആശാട്ടിയും മൂത്ത കുരുപ്പും കൂടെ ഒരു ഗൂഢാലോചന? അങ്ങനെ പറഞ്ഞതും പ്രിയ ചോദിക്കുന്നു, ഞങ്ങൾ പറഞ്ഞത് വല്ലതും നിങ്ങൾ കേട്ടോ? അയ്യോ, ഞാൻ കേട്ടില്ല അച്ഛാ. എന്നാലേ നമ്മൾ നടത്തിയ ഗൂഢാലോചന അച്ഛൻ ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. വേണുവേട്ടനൊരു ഹാസ്യഭാവത്തിൽ കൊച്ചമ്മണിയോട് പറയുക, അമ്മിണി അമ്മേ, നിങ്ങളെ തട്ടിക്കളയാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ മനസ്സിലായോ? എന്നിട്ട് വേണു പ്രിയോടും രാധമ്മയോടും പറഞ്ഞു, നിങ്ങൾ അകത്തോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാധമ്മയുടെ കയ്യിലിരുന്ന സാരിയെല്ലാം പ്രിയ വാങ്ങിയിട്ട് കൊച്ചമ്മയുടെ കയ്യിലോട്ട് വെച്ചെടുത്തിട്ട് പറയുന്നു, വേണ്ട, നിങ്ങളുടെ സാരിയല്ല, പിടിച്ചോ എന്നും പറഞ്ഞ് രാധമ്മയും കൂട്ടിയിട്ട് പ്രിയ അകത്തോട്ട് പോവാണ്. ചേടാ, ഇത് എന്നെ ഒളിച്ചുള്ള കലാപരിപാടിയാണല്ലോ, ഇത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കും? കൊച്ചമ്മണി അവിടെ നിന്ന് ആലോചിക്കുക. അങ്ങനെ വേണുവും രാധമ്മയും പ്രിയെ ഒരു മുറിക്കകത്തോട്ട് വരുമ്പോൾ, എന്താച്ചാ, എന്താ കാര്യം? വേണു പെട്ടെന്ന് കഥകിന് കുറ്റിയിട്ടിട്ട് പറയുന്നു, ഇവിടം കാണാൻ വന്നതെന്നാ കൊച്ചമ്മണി ഒളിഞ്ഞു നിൽക്കുവോ? വന്ന് നോക്കട്ടച്ചാ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. കൊച്ചമ്മണി പറയുക, എന്തോ രഹസ്യം ഉണ്ടല്ലോ, അതൊന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് കൊച്ചമ്മണി ആ തുണിയെല്ലാം അവിടെ ഇട്ടിട്ട് പതുക്കെ പോവാണ്. രാധമ്മ പറയുക, അവരിങ്ങോട്ടങ്ങും വരില്ല വേണുവേട്ടൻ കാര്യം പറ. അങ്ങനെ വേണു സന്തോഷത്തോടെ, എടി, അമ്മയും മകളും തമ്മിൽ ഒന്നായി. എന്തുവാ വേണുവേട്ടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അമ്മയും മോളും തമ്മിൽ ഒന്നായെന്നു, അതെന്തുവാ? അയ്യോ എൻ്റെ രാധേ, ഋതുമോളും പത്മാവതി മേടവും പരസ്പരം തമ്മിൽ കണ്ടുമുട്ടിയെന്ന്, അങ്ങനെ അവരൊന്നായെന്ന്. ഞാൻ അതെല്ലാം വ്യക്തമായിട്ട് പറയാം എന്നും പറഞ്ഞ് വേണുവേട്ടൻ കാര്യങ്ങളൊക്കെ പറയുവാണ്. പക്ഷേ കൊച്ചമ്മണി ആ റൂമിൻ്റെ പുറത്തു നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ രാധമ്മേ, ആ അംബിക പറഞ്ഞു പരത്തിയ നുണകളായിരുന്നു. അങ്ങനെ ഋതുമോളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി. അങ്ങനെ 10-20 വർഷത്തെ വേർപാടിന് ശേഷം അമ്മയും മകളും അങ്ങനെ ഒന്നായി. അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് രാധമ്മയും പ്രിയം. രാധമ്മ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമേ, നിനക്ക് 1000 നന്ദി. എന്തായാലും ഒരു പാവം അമ്മയുടെ സങ്കടം നീ തീർത്തല്ലോ ഭഗവാനെ. കൊച്ചമ്മണി എത്രയൊക്കെ ചെവിയ കഥകിനോടെ ചേർത്ത് വെച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. കൊച്ചമ്മണി പറയുക, ഓ ദൈവമേ, വണ്ട് റേഡിയോ കേൾക്കുന്ന പോലെ ആയല്ലോ, ഒന്നും അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മറ്റേ സൈഡിലെ ജനൽ തുറന്നു കിടക്കുക, ഇനി ആ വഴിക്കെങ്ങനെ പോയി നിന്ന് കേൾക്കാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങോട്ട് പോവുക.
എൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേണുവേട്ട. ഇതിപ്പോൾ 10-20 കൊല്ലമായില്ലേ ആ അമ്മ മകളെ കാണാതെ അലയുന്നു. സത്യത്തിലെ പത്മാവതി മേടം എത്രമാത്രം ഉരുകിക്കാണും. വൃത്തികെട്ടവൾ അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞത്. അങ്ങനെ വേണു രാധമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ്. മറു സൈഡിലെ ജനലിൻ്റെ അടുത്ത് വന്ന കൊച്ചമ്മണി എങ്ങനെ നിൽക്കുക. പ്രിയ കൊച്ചമ്മണിയെ കണ്ടു. പ്രിയ ഉടനെ അവിടെ ജഗ്ഗിലിരുന്ന വെള്ളമെടുത്ത് കൊച്ചമ്മണിയുടെ മുഖത്തോട്ട് ഒരൊറ്റ ഏറ്. വെള്ളം ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് കൊച്ചമ്മണി ഓടുക. വേണുവേട്ടൻ ചോദിക്കുന്ന എന്താ മോളെ? ഒന്നുമില്ലച്ചാ, ഒരു പൂച്ചയെ ഓടിച്ചതാ. മകളെയും മരുമകനെയും ആ അമ്മ ഇനി ഉടനെ വിടില്ലായിരിക്കും എന്നിങ്ങനെ രാധമ്മ പറയുക. ഒരമ്മയുടെ കണ്ണുനീരിന് പരിഹാരം കാണാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു. സംഗതിയൊക്കെ ശരിയാ രാധമ്മേ, പക്ഷേ പത്മാവതി മേടവും ഋതികമോളും ഒന്നിച്ചെന്നെങ്ങാണം പ്രതാപവർമ്മ സാർ അറിഞ്ഞാൽ പണി പാളിയത് തന്നെ. എൻ്റെ ദൈവമേ, ആ ജയൻ്റെ അമ്മ ഒരു കാരണവശാലും ഇതൊന്നും അറിയല്ലേ രാധമ്മ പ്രാർത്ഥിക്കുക. അവരറിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ അംബികയ്ക്ക് അതെല്ലാം ചോർത്തി കൊടുക്കും. പ്രിയ ദേഷ്യത്തോടെ പറയുക, അവരെ എങ്ങനെയെങ്കിലും പുകച്ചുവിടുന്ന് പുറത്താക്കണം. പ്രിയ കോരിയൊഴിച്ച വെള്ളമെല്ലാം കൊച്ചമണി അങ്ങനെ വാതുക്കൽ വന്നിനെ തുടച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് രാധമ്മ ചോദിക്കുന്നു, അമ്മ എന്താ മേല് കഴിയോ? അയ്യോ രാധമ്മേ, ഞാൻ ആ വരാന്തയിൽ കൂടി ഒന്ന് നടന്നപ്പോൾ ആരോ എൻ്റെ മുഖത്തോട്ട് കുറച്ച് വെള്ളമെടുത്ത് വീശി ഒഴിച്ചു. രാധമ്മയ്ക്ക് അപ്പോൾ മനസ്സിലായി പ്രിയ വെള്ളം ഒഴിച്ചത് ഇവരെയാണെന്ന്. എന്താ രാധമ്മേ രാധമ്മയുടെ മുഖം ഇങ്ങനെ കരഞ്ഞു വീർത്ത പോലെ ഇരിക്കുന്നത്? കൊച്ചമണി ഇടഞ്ഞു ചോദിക്കുക. അല്ല രാധമ്മേ, രാധമ്മ വല്ലാതെ കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. വേണുവാശാനുമായിട്ട് എന്തെങ്കിലും കടിപിടി കൂടിയോ? കടിപിടി കൂടാനേ ഞങ്ങളെന്താ തെരുവ് നായ്ക്കളാണോ? ബമ്പോ, രാധമ്മയുടെ ഒരു ബുദ്ധി. ആ ഒരു അർത്ഥത്തിൽ തന്നെ ഞാനും പറഞ്ഞത്. വന്നതൻ രാധമ്മയ്ക്ക് ദേഷ്യം. രാധമ്മ പറയാ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ചെയ്യാൻ എനിക്കറിയാം. ഇവരെ മേലോട്ടൊഴിയാനും വയ്യ, താഴോട്ടൊഴിയാനും വയ്യ. എന്നാലും ഒരു വല്ലാത്ത അവതാരം തന്നെ. അയ്യോ അവതാരമോ രാധമ്മേ? അപ്പോൾ വേണുവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് എന്താ? അയ്യോ വേണുവാശാനെ, രാധമ്മയുടെ കണ്ണെന്താ കരഞ്ഞ് ചുവന്നിരിക്കുന്നതെന്ന് ഞാനെന്ന് ചോദിച്ചു. അതിന് രാധമ്മ അങ്ങ് തെറ്റിദ്ധരിച്ചു. അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലയോ? അയ്യോ ഇല്ല, എന്താ? രാധമ്മയുടെ കണ്ണിന് സൂക്കേടാ. അവളെ നോക്കുന്നവർക്കൊക്കെ അത് പകരും. അതുകൊണ്ട് കുറച്ച് ദിവസമേ നിങ്ങൾ നിങ്ങളുടെ വീട്ടോട്ട് പോയിക്കോ. ഈ വീടിനെങ്കിലും ഒരു വെളിവ് കിട്ടട്ടെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ അങ്ങ് പോവുക. എടി പ്രിയേ, എടി പ്രിയേ എന്നിങ്ങനെ കൊച്ചമണി അലറി വിളിക്കുക. പ്രിയ വന്നിട്ട് ചോദിക്കുന്ന എന്താ? എടി നിന്റെ തള്ളയോട് പറ എനിക്ക് ഫുഡ് എടുത്തു വെക്കാൻ, എനിക്ക് വിശക്കുന്നു. ദാണ്ട തള്ളേ, എൻ്റെ അമ്മ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ പച്ച വെള്ളം പോലും നിങ്ങൾക്ക് ഇവിടുന്ന് തരത്തില്ല. ചേടാ, ഇവിടെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകുവാണല്ലോ. അയ്യോ ഞാൻ ആ ഒരു കാര്യം അങ്ങ് വിട്ടുപോയി എന്നും പറഞ്ഞ് കൊച്ചമണി അകത്തോട്ട് ഓടുക. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ദീപക്കനെ നോക്കി അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ പറയാ, ഞാനിവിടെ ടെൻഷനോടെ ഇരിക്കുന്നു. അവൻ്റെ ഒരു ഗെയിം കളി. മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കണം എന്നോർത്തുള്ള ടെൻഷനല്ലേ എൻ്റെ അമ്മയ്ക്ക്. അത് സാരമില്ല. അപ്പോൾ അംബികയുടെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ദീപക്ക് പറയുന്നുണ്ട്, പാരവെപ്പുകാരോ മെസ്സേജുകാരോ ആരാന്നറിയില്ല. നീ പറഞ്ഞത് ശരി തന്നെയാടാ ദീപക്കെ, കാലപ്പഴക്കം വന്ന ഒരു പാരയാ. ആരപ്പണി കൊച്ചമ്മണി. എന്നാൽ എടുക്കെടുക്ക്, ഏഷ്യന് ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങോട്ട് കേൾക്കാം. അംബിക ഹലോ പറയുമ്പോഴേ കൊച്ചമ്മണി പറയുന്നു, ആകാശവാണി വാർത്തകൾ തെറ്റുകൂടാതെ വായിക്കുന്നത് കൊച്ചമ്മണി. ഇതെന്താ കൊച്ചമ്മണി അമ്മ ഒരുതരം പൊട്ടലും ചീറ്റലും ഒക്കെ? അതേ, റേഡിയോയ്ക്കകത്തുള്ള ഒരു കടുവ ഉറക്കലാ. ഇപ്പൊ റേഡിയോ ഒക്കെ എവിടെ ഇരിക്കുന്നു എന്നിങ്ങനെ കൊച്ചമ്മണി പറയുമ്പോൾ അംബിക പറയുക, ഓ കാര്യത്തിലോട്ട് വാ എൻ്റെ മുണ്ടയ്ക്കലമ്മേ. ഒറ്റയടിക്ക് കാര്യത്തിലോട്ട് വരാൻ ഒരു രസമില്ലല്ലോ അംബികയെ. ഏത് കാര്യത്തിനും അത് അവതരിപ്പിക്കുന്നതിനൊരു കലയൊക്കെ വേണ്ടേ അംബികയെ? അവൾ അവിടെ ഉണ്ടോ കൃതിക? ഇല്ല. എന്നാലേ അവളുടെ ആ മണ്ടൻ ഭർത്താവ് രാജു ഇവിടെ ഇല്ല. രണ്ടുപേരും അവിടെ ഇല്ലേ മുണ്ടക്കലമ്മ? ഇല്ല. അല്പം മുമ്പ് ആ രാധമ്മയുടെ ഭർത്താവേ, ആ പഴം മെഴുകി വേണുണ്ടല്ലോ, എലി മാളത്തിൽ കൂടെ വരുന്ന പോലെ ഇങ്ങോട്ട് പതുങ്ങി ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി എന്തൊക്കെയോ ഒരു കുശുകുശിപ്പ്. എന്നെ കണ്ടതും അങ്ങ് നിർത്തി. എന്തോ രഹസ്യമുണ്ട്. രഹസ്യമോ? എന്നാ മുണ്ടയ്ക്കലമ്മേ അതങ്ങ് ചോർത്തിക്കൂടെ? അതൊന്ന് ചോർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കണ്ടേ? രാധമ്മയ്ക്കാണെങ്കിൽ ഒരുമാതിരി കണ്ണുനീര്. പൂങ്കണ്ണീരുമല്ല, തേങ്കണ്ണീരുമല്ല. പിന്നെ സങ്കടക്കണ്ണീരാണോ? അതുമല്ല. ആനന്ദക്കണ്ണീരാണോന്നും അറിയാൻ പറ്റുന്നില്ല. എന്നാൽ മുണ്ടയ്ക്കലമ്മ ഒരു കാര്യം ചെയ്യും, അവനും അവളും കൂടെ എവിടെ പോയതാണെന്നൊന്ന് തിരക്ക്. ഞാൻ അന്വേഷിക്കുമോ അംബികയെ? എൻ്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. പറ മുണ്ടയ്ക്കലമ്മേ. എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അവൾ അവളുടെ ഒറിജിനൽ അമ്മയുടെ അടുത്താ. ആ ജയൻ അവിടെ ഇല്ലേ മുണ്ടയ്ക്കലമ്മേ, എൻ്റെ PA? ഓ എൻ്റെ തലതെറിച്ച മോനല്ലേ, അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്നാലേ മുണ്ടയ്ക്കലമ്മ കോൾ അങ്ങ് കട്ട് ചെയ്തേരെ, ഞാൻ പിന്നീട് വിളിക്കാം. ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ദീപക്ക് ചോദിക്കുന്നു, എന്താമേ പ്രശ്നം? എടാ ഋതികയും രാജു അവളുടെ വീട്ടിലില്ലെന്ന്. എൻ്റെ സംശയം അവൾ ആ പത്മാവതിയുടെ അടുത്ത് കാണും.
അംബിക അങ്ങനെ ഫോണെടുത്ത് ജയനെ വിളിക്കുവാണ്. ദൈവമേ, ആ പൂതനയാണല്ലോ, എന്തിനാണോ ആവോ ഇങ്ങനെ വിഷമിക്കുവാണ് ജയൻ ആ ഫോൺ കണ്ടിട്ട്. ഉള്ളിലെ ദേഷ്യം ഒതുക്കിയിട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജയൻ പറയുന്നു, ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ജയ. ജയനിപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ പെരുവഴിയില. എന്താ ജയ, പെരുവഴിയിലാണോ തൻ്റെ അന്തി ഉറക്കം? അയ്യോ അതല്ല മാഡം, ഞാനിങ്ങനെ സ്ലോ മോഷനിലെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അംബിക ജയനോട് പറയുക, എടോ തന്നെ ഞാൻ അടിയന്തരമായ ഒരു കാര്യം ഏൽപ്പിക്കുവാണ്. വളരെ കരുതലോടെ തന്നെ താനത് ചെയ്യണം. എന്താ മാഡം? മാഡം പറഞ്ഞോ. എടോ, ആ ഋതികയുണ്ടല്ലോ, അവൾ ഇവിടെയും ഇല്ല, നിങ്ങളുടെ വീട്ടിലും ഇല്ല. അയ്യോ പിന്നെ എവിടെ പോയി മാഡം? ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എടോ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ തനിക്കെന്താ ഇത്ര സങ്കടം? അയ്യോ എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഋതിക അവളുടെ അമ്മ പത്മാവതിയുടെ കൂടെ ഉണ്ടോ എന്നെനിക്കൊരു സംശയം. അവൾ അവിടെ തന്നെ ആണോ എന്ന് താനൊന്ന് പോയെന്ന് അന്വേഷിച്ച്. അംബിക അങ്ങനെ പറഞ്ഞത് കേട്ട് ജയൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ജയൻ ഒരിക്കലും അംബിക എന്ന ആ പൂതനയ്ക്ക് കൂട്ടു നിൽക്കില്ല. ഋതികയ്ക്കും രാജുവിനും ദോഷം വരുന്ന ഒന്നും ജയൻ ചെയ്യില്ല. ഇനി കൊച്ചമ്മണി തന്നെ എങ്ങനെങ്കിലും ന്യൂസ് പിടിച്ച് അംബികയ്ക്ക് കൊടുക്കുമോ എന്നും അറിയില്ല. എന്തായാലും അംബികയുടെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് രാജുവും ഋതികയും ഒരിക്കലും അംബികയെ ഇനി വെറുതെ വിടില്ല. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.